ഹലോ ഫ്രണ്ട്സ്, മലയാള സിനിമയുടെ യുവതാരങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് DQ തന്നെയാണ്. DQവിന്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുണ്ട് മലയാള സിനിമാ പ്രേക്ഷകർ. കിങ് ഓഫ് കൊത്ത എന്ന ചിത്രത്തിന്റെ വലിയ പരാജയത്തിന് ശേഷം DQവിന്റെ ഒരു മലയാള ചിത്രം റിലീസ് ചെയ്തിട്ടില്ല. എന്നാൽ ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങുന്നത് മികച്ച ചിത്രങ്ങളാണ്. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്താനും മറക്കരുത്. കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം ദുൽഖർ മലയാളത്തിൽ നിന്ന് ചെറിയ ഇടവേള എടുത്തിരുന്നു. മലയാളത്തിലേക്ക് ദുൽഖറിന്റെ വൻ തിരിച്ചുവരവാണ് ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത്. RDXന്റെ വൻ വിജയത്തിന് ശേഷം നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലൂടെയാണ് ദുൽഖർ മലയാളത്തിലേക്ക് തിരിച്ചെത്തുന്നത്. വൻ ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ പുരോഗമിക്കുകയാണ്. ചിത്രത്തിൽ ദുൽഖറിനൊപ്പം ആന്റണി വർഗീസ് പെപ്പയും ശക്തമായ വേഷത്തിലെത്തുന്നുണ്ട്. തമിഴ് സംവിധായകനും നടനുമായ മിഷ്കിനും ചിത്രത്തിന്റെ ഭാഗമാകുന്നു എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. നേരത്തെ ഈ വേഷത്തിൽ SJ സൂര്യ ചെയ്യുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. എന്നാൽ പിന്നീട് അദ്ദേഹം പ്രൊജക്റ്റിൽ നിന്നും പിന്മാറി. നഹാസ് ചിത്രത്തിന് ശേഷം സൗബിൻ ഷാഹിർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാകും ദുൽഖർ ജോയിൻ ചെയ്യുക. പറവയ്ക്ക് ശേഷം സൗബിൻ സംവിധായക കുപ്പായം അണിയുന്ന ചിത്രത്തിന് ആരാധകർ വലിയ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ഈ രണ്ട് ചിത്രങ്ങൾക്ക് ശേഷമുള്ള ദുൽഖറിന്റെ പ്രൊജക്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. മലയാളത്തിലെ മികച്ച ഛായാഗ്രാഹകരിലൊരാളായ സമീർ താഹിർ നാലാമത് സംവിധായക കുപ്പായം അണിയുന്ന ചിത്രത്തിൽ ദുൽഖർ നായകനാകുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ. ചാപ്പാകൃഷിയിലൂടെ സംവിധായക കുപ്പായം അണിഞ്ഞ സമീർ പിന്നീട് ദുൽഖറിനെ നായകനാക്കി 2 ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. ദുൽഖർ സമീർ കൂട്ടുകെട്ടിൽ പിറന്ന ആദ്യ ചിത്രമായ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമിക്ക് ഇന്നും ആരാധകരുണ്ട്. വൻ ഹിറ്റായി മാറിയ ആ ചിത്രം ഇതേ കൂട്ടുകെട്ട് വീണ്ടും ഒന്നിച്ച കലിയും വമ്പൻ വിജയമായി. ഇതേ കോംബോ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്നിക്കുമ്പോൾ മലയാള സിനിമാ പ്രേക്ഷകരും DQവിന്റെ ആരാധകരും വൻ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. നിലവിൽ 2 അന്യഭാഷാ ചിത്രങ്ങളുടെ ഭാഗമാണ് ദുൽഖർ. നവാഗതനായ സെൽവമണി സെൽവരാജ് സംവിധാനം ചെയ്യുന്ന കാന്ത, തെലുങ്ക് ചിത്രം ആകാശം ലോ ഒക്കത്താര എന്നിവയാണ് ദുൽഖറിന്റെ അടുത്ത റിലീസുകൾ. ഈ വർഷം പകുതിയോടെ മലയാള ചിത്രത്തിൽ ദുൽഖർ ജോയിൻ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ.